Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasyaitonir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin wal 'aqibatu lil muttaqin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. എന്തൊക്കെയുണ്ട് പീരീഡ് മാത്സ് ആണല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് നോട്ട് ചെയ്താൽ പറഞ്ഞിരുന്നു. ചിലവരൊക്കെ എഴുതുന്നു, ചിലവർ എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മളത് കാണിച്ചിട്ടില്ല. അപ്പോൾ കാണിക്കാത്ത ആളുകളെ നമ്മളെ ഗ്രൂപ്പിൽ നിങ്ങൾ എഴുതി ഷെയർ ചെയ്യണം. എന്തെങ്കിലും തെറ്റിട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സും അതിന് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ഇൻഡിജേഴ്സിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. എന്താണ് ഇൻഡിജേഴ്സ്, ഇൻഡിജേഴ്സിന് എങ്ങനെയാണ് നമ്പർ ലൈനിൽ അയക്കുക, ഇൻഡിജേഴ്സ് എങ്ങനെയാണ് കൂട്ടുക, എങ്ങനെയാണ് കുറക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയില്ലേ? ഇൻഡിജേഴ്സ് കൂട്ടുമ്പോൾ പോസിറ്റീവും കൂട്ടുമ്പോൾ പോസിറ്റീവ്, നെഗറ്റീവും കൂട്ടുമ്പോൾ നെഗറ്റീവ്, പോസിറ്റീവും നെഗറ്റീവും കൂട്ടുമ്പോൾ ചിഹ്നം ഒഴിവാക്കിയിട്ട് ഏതാണോ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം വക്കുക. ലെറ്ററിലെ കൂട്ടലിൻ്റെ നിയമം പറഞ്ഞത്. ഇൻഡിജേഴ്സ് കുറക്കുമ്പോൾ എന്തായിരുന്നു? ഇൻഡിജേഴ്സ് കുറക്കുമ്പോൾ വെരി സിമ്പിൾ. രണ്ടാമത്തെ സംഖ്യയുടെ ആഡിറ്റീവ് ഇൻവേഴ്സ് എടുത്തിട്ട് കൂട്ടുക. അതായത് രണ്ടാമത്തെ സംഖ്യയുടെ ചിഹ്നം മാറ്റിയിട്ട് കൂട്ടുക. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് ഉദാഹരണ സഹിതം കൂടുതൽ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ സ്വയം വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ആർക്കെങ്കിലും വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ചോദിച്ചിട്ട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണ്ട. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. ഇൻഡിജേഴ്സിന്റെ കൂട്ടലും കുറക്കലൊക്കെ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം അല്ലെ? എങ്ങനെയാണ് ഇൻഡിജേഴ്സ് കൂട്ടുക, എങ്ങനെയാണ് കുറക്കുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് ഇൻഡിജേഴ്സിന്റെ ഗുണനവും ഹരണവും പറയാൻ കഴിയണം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സിന്റെ പ്രോപ്പർട്ടികൾ. എന്താണ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇൻഡിജേഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ 5ാമത്തെ ക്ലാസ്സിലാണുള്ളത് കേട്ടോ. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിജേഴ്സ്, ഇൻഡിജേഴ്സിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? നമ്മൾ ഹോൾ നമ്പർ, കഴിഞ്ഞ വർഷം ഹോൾ നമ്പറിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിന് ചില പ്രോപ്പർട്ടീസ് ഒക്കെ ഓർമ്മയില്ലേ? അതേ പ്രോപ്പർട്ടികൾ തന്നെയാണ് ഇവിടെ ഇൻഡിജേഴ്സിലും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിജേഴ്സ്, ഇൻഡിജേഴ്സിന്റെ പ്രോപ്പർട്ടികൾ ഏതൊക്കെയാണ്? നമ്മൾ ഇന്ന് 4 പ്രോപ്പർട്ടികളാണ് ചർച്ച ചെയ്യുന്നത്. എത്ര? 4 പ്രോപ്പർട്ടികൾ. ഒന്ന് ക്ലോഷർ പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി പറഞ്ഞു. ക്ലോഷർ പ്രോപ്പർട്ടി. രണ്ടാമത്തത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇങ്ങനെ മറ്റേ ഓൾഡ് നമ്പറിന്റെ പാട്ടത് ഓർമ്മ ആയിട്ടുണ്ടോ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. മൂന്നാമത്തേത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. മൂന്നാമത്തേത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. 4 ആഡിറ്റീവ് ഐഡന്റിറ്റി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ഹോൾ നമ്പേഴ്സിന്റെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഹോൾ നമ്പറിനെ കുറിച്ച് നമ്മൾ അതിന്റെ ക്ലോഷർ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, അതിന്റെ ആഡിറ്റീവ് ഐഡന്റിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട്. അത് ഓർമ്മ ആളുകൾക്ക്, ഇതൊക്കെ ഓർമ്മ ഉണ്ടാവുന്ന ആളുകൾക്ക് ഇത് വെരി വെരി സിമ്പിൾ. ഇൻഡിജേഴ്സും അതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഓരോന്ന് ചർച്ച ചെയ്യാം. ഇൻഡിജേഴ്സിന്റെ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിജേഴ്സിന്റെ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിജേഴ്സിന്റെ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചത്? ഇൻഡിജേഴ്സിന്റെ അഡീഷനും പഠിച്ചു, സബ്ട്രാക്ഷനും പഠിച്ചു. ഇൻഡിജേഴ്സ് എങ്ങനെയാണ് കൂട്ടുക, ഇൻഡിജേഴ്സ് എങ്ങനെയാണ് കുറക്കുക എന്നാണ് പഠിച്ചത്. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി സംസാരിക്കുക. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കൂ. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇൻഡിജറും കൂട്ടിയാൽ ഇൻഡിജറേ കിട്ടും.
ഇന്റിജറും ഇന്റിജറും കൂട്ടിയാൽ ഇന്റിജർ തന്നെ കിട്ടും. ഇന്റിജറിൽ നിന്ന് ഇന്റിജർ കുറച്ചാൽ ഇന്റിജറേ കിട്ടും. ഇതാണ് ക്ലോഷർ പ്രോപ്പർട്ടി. അപ്പൊ കൂട്ടുമ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്, കുറക്കുമ്പോഴും ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. കാരണം ഇന്റിജറും ഇന്റിജറും കൂട്ടിയാൽ ഇന്റിജറേ കിട്ടും. കൂട്ടുമ്പോൾ ഇന്റിജറും ഇന്റിജറും കൂട്ടിയാൽ ഇന്റിജറാണ്. അപ്പൊ കൂട്ടുമ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. ക്ലോഷർ കുറക്കുമ്പോഴോ ഒരു ഇന്റിജറിൽ നിന്ന് മറ്റൊരു ഇന്റിജർ കുറച്ചാൽ ഉത്തരം ഇന്റിജർ തന്നെയാകും. അതുകൊണ്ട് കുറക്കുമ്പോഴും ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. ഇനി ഗുണിക്കുമ്പോൾ ഉണ്ടാവുമോ ഹരിക്കുമ്പോൾ ഉണ്ടാവുമോ അത് നമ്മൾ ഗുണനഹരണം പഠിച്ചിട്ടില്ലല്ലോ, അത് പഠിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യും. മനസ്സിലായത്? നമ്മള് ഓൾ നമ്പറിനെ കുറിച്ച് പഠിച്ചപ്പോ അല്ലെങ്കിൽ നേച്ചർ നമ്പറിനോട് നമ്മൾ നോക്കിക്കളെ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അപ്പൊ അതിന്റെ ഉദാഹരണം നോക്കിക്കളെ. 1 കൂട്ടണം 2 സമം 3. 1 ഇന്റിജറാണ്, 2 ഇന്റിജറാണ്. 1 2 കൂട്ടിയപ്പോൾ ഉത്തരം കിട്ടിയതും ഇന്റിജറാണ്. അപ്പൊ ഇത് ക്ലോസ്ഡ് ആണ്. ഇത് നല്ല ഏത് ഉദാഹരണം ഇന്റിജറും ഇന്റിജറും കൂട്ടിയാൽ ഇന്റിജർ തന്നെ കിട്ടൂ. അതുകൊണ്ട് കൂട്ടുമ്പോൾ ക്ലോസർ പ്രോപ്പർട്ടി ഉണ്ട്. ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇന്റിജറും ഇന്റിജറും കൂട്ടിയാൽ ഉത്തരം ഇന്റിജർ തന്നെയായിരിക്കും. ഏത് ഉദാഹരണം എടുത്ത് നോക്കുന്നത്? -1 കൂട്ടണം 5. എങ്ങനെയാണ് കൂട്ടുക? പോസിറ്റീവ് നെഗറ്റീവ് കൂട്ടുമ്പോൾ വലുതിൽ നിന്ന് ചെറു കുറച്ച് വലുതിന്റെ ചിഹ്നം ഇടലല്ലേ. 5 ൽ 1 പോയാൽ 4, പോസിറ്റീവ് 4, വലിയ ചിഹ്നം 4. 4 ഇന്റിജർ അല്ലേ ആണ്. അപ്പൊ ഇന്റിജറും ഇന്റിജറും കൂട്ടിയാൽ ഇന്റിജറേ കിട്ടൂ. അതുകൊണ്ട് കൂട്ടുമ്പോൾ ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. കുറക്കുമ്പോൾ ഉണ്ടാവും ഉണ്ട്. ഇന്റിജറിൽ നിന്ന് ഇന്റിജർ പോയാൽ ഇന്റിജറേ കിട്ടൂ. വേറെ ഒന്നും കിട്ടൂല. ഇന്റിജർ അല്ലാത്ത വേറെ സംഖ്യ കിട്ടുക അതുണ്ടാവില്ല, ഇന്റിജറേ കിട്ടൂ. ഉദാഹരണം 4 കുറക്കണം 2. 4 2 പോയാൽ 2. ഈ ഇന്റിജറിൽ നിന്ന് ഈ ഇന്റിജർ പോയപ്പോൾ ഇന്റിജറാണ് കിട്ടിയത് അല്ലെ. ഇന്റിജറിൽ നിന്ന് ഇന്റിജർ പോയാൽ ഇന്റിജറേ കിട്ടൂ. മറ്റൊരു ഉദാഹരണം -4 കുറക്കണം 3. എത്ര കുറക്കുമ്പോൾ എന്താ പറഞ്ഞത്? രണ്ടാമത്തെ സംഖ്യന്റെ ചിഹ്നം മാറ്റിയിട്ട് കൂട്ട്. -4 -3 കൂട്ടിയാൽ -7 ആയി. ഇത് ഇന്റിജർ അല്ലേ ആണ്. കുറക്കുമ്പോഴും ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇന്റിജറും ഇന്റിജറും കൂട്ടിയാൽ ഇന്റിജറാണ്. ഇന്റിജറിൽ നിന്ന് ഇന്റിജർ കുറച്ചാലും ഇന്റിജറാണ്. ഗുണിക്കുമ്പോൾ ക്ലോഷർ ഉണ്ടോ ഹരിക്കുമ്പോൾ ക്ലോഷർ ഉണ്ടോ എന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഈ പാഠം കുറച്ച് പോയിട്ട് നമ്മൾ പറയും. അപ്പൊ കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. ഇതാണ് ക്ലോഷർ പ്രോപ്പർട്ടി. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞില്ലേ? മോഡൽ എന്താ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എന്താ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഉദാഹരണം 1 കൂട്ടണം 2 സമം 2 കൂട്ടണം 1. കൂട്ടുമ്പോ ഇന്റിജറും കൂട്ടുമ്പോൾ ഈ ഓർഡർ പ്രശ്നമില്ല. 1 2 കൂട്ടിയാലും 3 തന്നെയാണ്. അത് തിരിച്ചിട്ട് കാണി 2 1 കൂട്ടിയാലോ അപ്പോഴും 3 തന്നെ കിട്ടും. 1 5 6, 5 1 6. കമ്മ്യൂട്ടേറ്റീവ് കൂട്ടുമ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ഉണ്ട്. ഓർഡർ പ്രശ്നമില്ല. കൂട്ടുമ്പോൾ ഉണ്ട് അല്ലെ. കൂട്ടുമ്പോൾ ഉണ്ട്. ഇനി കുറക്കുമ്പോൾ ഉണ്ടോ നോക്കി. കുറക്കുമ്പോൾ ഉണ്ടോ നോക്കാൻ പറ്റും. കുറക്കുമ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ടോ നമുക്ക് നോക്കാം. കൂട്ടുമ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ട്. ഇനി കുറക്കുമ്പോൾ നോക്കാം. 4 കുറക്കണം 3 എന്നതും 3 കുറക്കണം 4 എന്നതും തുല്യമാണോ? 4 3 പോയാൽ എത്ര? 1. 3 4 പോയാലോ? കുറക്കുമ്പോൾ എന്താ നിയമം? രണ്ടാമത്തെ സംഖ്യയുടെ ചിഹ്നം മാറ്റിയിട്ട് കൂട്ടുക. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം -1. ഇത് 1 ആണ്, ഇത് -1 ആണ്. നമ്മൾ കൂട്ടിയപ്പോ ഓർഡർ മാറ്റിയപ്പോഴും ഉത്തരം ഒരേ ഉത്തരം. 1 2 3, 2 1 3. അപ്പൊ കൂട്ടുമ്പോൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. കുറക്കുമ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി ഇല്ല. കാരണം ഇവിടെ
-1 കിട്ടിയത് രണ്ടോ ഒന്നാണോ? അല്ല. കുറക്കുമ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി ഇല്ല. കൂട്ടുമ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓർഡർ മാറിയാലും പ്രശ്നമില്ല. 4 3 പോയാല് 4 3 കൂട്ടിയാലും 3ക്ക് 4 കൂട്ടിയാലും ഉത്തരം A ആണ്. കമ്മ്യൂട്ടേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷെ കുറക്കുമ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ 4 3 പോയാലും 3 4 പോയാലും ഉത്തരം സെയിം അല്ല, വ്യത്യസ്ത ഉത്തരങ്ങളാണ്. കുറക്കുമ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി ഇല്ല. മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എന്താ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ? സംഘടന, കൂട്ടം, കൂട്ടായ്മ അല്ലെ? അപ്പൊ അതേപോലെ തന്നെ ഇവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ തന്നെയാണ്. ഒരു ഉദാഹരണം അപ്പോൾ നിങ്ങൾ നോക്കിയത് 1 കൂട്ടണം 2 കൂട്ടണം 3, 1 കൂട്ടണം 2 കൂട്ടണം 3. ഇനി ഇവിടെ ടീമുകൾ അസോസിയേഷൻ ഉണ്ടാക്കാം. നമ്മുടെ വിഷയം അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ്. അപ്പൊ നമ്മൾ ആദ്യം ഇത് കൂട്ടുമ്പോൾ 1 2 കൂട്ടിയിട്ട് ആ ഉത്തരത്തിലേക്ക് 3 കൂട്ടി. എങ്ങനെ കാര്യം ബ്രാക്കറ്റ് ഇട്ട് നോക്കുമ്പോൾ ബ്രാക്കറ്റ് ഇട്ടാൽ ആദ്യം ബ്രാക്കറ്റിനുള്ളിൽ ചെയ്യണം. ബ്രാക്കറ്റ് ഇട്ടാൽ ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ചെയ്യണം. അപ്പൊ 1 2 കൂട്ടിയാൽ 3. ഇവിടെ 3 ചേരാനുണ്ട്. ഈ 3 കൂട്ടിയാൽ 6. ഇതിന് ഉത്തരം 6. ഇനി നമ്മൾ 1 2 അല്ല 2 3 ടീം കിട്ടും. സംഖ്യ ഒന്ന് തന്നെയാണ്. 1 കൂട്ടണം 2 കൂട്ടണം 3. 1 2 ടീം ഇട്ടുകാണ്ട് അത് കൂട്ടിയിട്ട് ആ ഉത്തരത്തിലേക്ക് 3 കൂട്ടിയപ്പോൾ 6 കിട്ടി. ഇനി 1 കൂട്ടം 2 കൂട്ടം 3 എടുത്ത് 2 3 ടീം കിട്ടും. അപ്പൊ അത് കൂട്ടിയാൽ എത്ര കിട്ടും? 5 കിട്ടും. അതിലേക്ക് ഇവിടുത്തെ 1 കൂട്ടി 6. അപ്പോഴും ഉത്തരം സെയിം ആണ്. ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് 2 കൂട്ടിയിട്ട് ആ ഉത്തരത്തിലേക്ക് ഇത് കൂട്ടിയാലും അല്ലെങ്കിൽ ഇത് 2 കൂട്ടിയിട്ട് പിന്നെ ആ ഉത്തരത്തിലേക്ക് ഇത് കൂട്ടിയാലൊക്കെ ഉത്തരം സെയിം ഉത്തരമാണ്. ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. 3 സംഖ്യകൾ ഉണ്ട് കേട്ടോ. കമ്മ്യൂട്ടേറ്റീവ് നമ്മൾ 2 സംഖ്യ പറഞ്ഞത് അത് തിരിച്ചു കുറച്ച് കൂട്ടിയാൽ 1 പറഞ്ഞത്. ഇത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. മനസ്സിലായി. നാലാമത്തെയും അവസാനത്തെയും പ്രോപ്പർട്ടി. 3 പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? നാലാമത്തെ പ്രോപ്പർട്ടി എന്തായിരുന്നു? ആഡിറ്റീവ് ഐഡന്റിറ്റി. നാലാമത്തെ പ്രോപ്പർട്ടി ആഡിറ്റീവ് ഐഡന്റിറ്റി. നമ്മൾ കഴിഞ്ഞ വർഷം ഓൾ നമ്പറിന്റെ പാഠത്തിൽ ആഡിറ്റീവ് ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്. ഇത് ഇൻഡിജേഴ്സിന്റെ ആഡിറ്റീവ് ഐഡന്റിറ്റി. ആഡിറ്റീവ് ഐഡന്റിറ്റി പറഞ്ഞാൽ ഒരു സംഖ്യയിലേക്ക് ഏത് സംഖ്യ കൂട്ടിയാലാണോ അതേ സംഖ്യ കിട്ടുക, അതാണ് ആഡിറ്റീവ് ഐഡന്റിറ്റി. ഒരു സംഖ്യയിലേക്ക് ഏതൊരു സംഖ്യ കൂട്ടിയാലാണോ അതേ സംഖ്യ കിട്ടുക, അതാണ് ആഡിറ്റീവ് ഐഡന്റിറ്റി. ഉദാഹരണം ആഡിറ്റീവ് ഐഡന്റിറ്റി. ഉദാഹരണം 4. ഈ 4ക്ക് എന്തു കൂട്ടിയാലാണ് 4 കിട്ടുക? 4ക്ക് 1 കൂട്ടിയാൽ 5 ആണ്. 4ക്ക് -1 കൂട്ടിയാൽ 3 ആണ്. 4ക്ക് 2 കൂട്ടിയാൽ 6 ആയി. 4ക്ക് 4 കൂട്ടിയാൽ 8 ആയി. 4ക്ക് എന്ത് കൂട്ടിയാലാണ് 4 കിട്ടുക? 4ലേക്ക് 0 കൂട്ടിയാലാണ് 4 കിട്ടുക. 4 കൂട്ടണം 0 സമം 4. ഈ വേറെ സംഖ്യ നോക്കൂ. 100 കൂട്ടണം 0 സമം 100. -1 കൂട്ടണം 0 സമം -1. ഏത് സംഖ്യയിലേക്കും 0 കൂട്ടിയാൽ അതേ സംഖ്യ ഇൻഡിജർ ആണ്. അപ്പൊ ഏത് ഇൻഡിജറിലേക്കും 0 കൂട്ടിയാൽ അതേ ഇൻഡിജർ ആണ് കിട്ടുക. അതുകൊണ്ട് ഇൻഡിജറിന്റെ ആഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഇൻഡിജേഴ്സിന്റെ ആഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഏത് ഇൻഡിജറിലേക്കും അള്ളാഹു പഠിച്ച ഈ ഭൂലോകത്തിൽ ഇതുവരെ ജനിക്കാൻ പോകുന്ന മുഴുവൻ ഇൻഡിജേഴ്സിലേക്കും 0 കൂട്ടിയാൽ ഉത്തരം അതേ ഇൻഡിജർ തന്നെയായിരിക്കും. അതുകൊണ്ട് ഇൻഡിജേഴ്സിന്റെ ആഡിറ്റീവ് ഐഡന്റിറ്റി സമം 0. മനസ്സിലായോ? ഇതാണ് ഇൻഡിജേഴ്സിന്റെ 4 പ്രോപ്പർട്ടികൾ. ഏതൊക്കെയായിരുന്നു?
ഇൻഡിജറും ഇൻഡിജറും കൂട്ടിയാൽ ഇൻഡിജർ, ഇൻഡിജറിൽ നിന്ന് ഇൻഡിജർ കുറച്ചാൽ ഇൻഡിജർ. രണ്ടാമത് പറഞ്ഞത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇൻഡിജർ 1 കൂട്ടണം 2 എന്നതും 2 കൂട്ടണം 1 എന്നതും തുല്യമാണ്. അപ്പോൾ ഇൻഡിജേഴ്സിനെ കൂട്ടുമ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി ഉണ്ട്. കുറക്കുമ്പോഴോ 2 കുറക്കണം 1 എന്നതും 1 കുറക്കണം 2 എന്നതും തുല്യമല്ല. അതുകൊണ്ട് കുറക്കുമ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി ഇല്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി കഴിഞ്ഞു. മൂന്നാമത്തെ പ്രോപ്പർട്ടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആയിരുന്നു. 1 കൂട്ടണം 2 കൂട്ടണം 3 എന്നുള്ളത് 1 2 കൂട്ടിയിട്ട് ആ ഉത്തരത്തിലേക്ക് 3 കൂട്ടിയാലും അല്ലെങ്കിൽ 2 3 കൂട്ടിയിട്ട് അതിലേക്ക് ഉത്തരത്തിലേക്ക് 1 കൂട്ടിയാലും ഉത്തരം സെയിം ആണ്. അവിടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ് പറയുന്നത്. നാലാമത്തത് ആഡിറ്റീവ് ഐഡന്റിറ്റി ആണ്. ഒരു ഇൻഡിജറിലേക്ക് ഏതൊരു സംഖ്യ കൂട്ടിയാലാണോ അതേ ഇൻഡിജർ കൂട്ടുക, അതിനെ പറ്റിയാണ് ആഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുക. 0 ആണ് അത്തരം സംഖ്യ. ഏതൊരു ഇൻഡിജറിലേക്കും 0 കൂട്ടിയാൽ അതേ ഇൻഡിജർ തന്നെയായിരിക്കും കൂട്ടുക. അതുകൊണ്ട് ഇൻഡിജേഴ്സിന്റെ ആഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 0 ആണ്. മനസ്സിലായല്ലോ? സോ സിമ്പിൾ. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് തരാം. 1-2 ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കൂ. എ കൂട്ടണം ബി സമം ബി കൂട്ടണം എ. എ കൂട്ടണം ബി സമം ബി കൂട്ടണം എ. ഇത് ഏത് പ്രോപ്പർട്ടിയാണ്? ക്ലോഷർ പ്രോപ്പർട്ടി ആണോ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണോ, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണോ, അതോ ആഡിറ്റീവ് ഐഡന്റിറ്റി ആണോ? എന്താ സംഭവം? എ കൂട്ടണം ബി എന്നത് തിരിച്ചിട്ടല്ല ബി കൂട്ടണം എ. ഇതേതാ പ്രോപ്പർട്ടി? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ആണ്. അതായത് എ കൂട്ടണം ബി എന്നതും ബി കൂട്ടണം എ എന്നതും തുല്യമാണ്. ഈ എന്റെ ബി സംഖ്യ വിചാരിച്ചാൽ മതി. 1 കൂട്ടണം 2 എന്നതും 2 കൂട്ടണം 1 എന്നതും തുല്യമാണ്. 5 കൂട്ടണം 10 എന്നതും 10 കൂട്ടണം 5 എന്നതും തുല്യമാണ്. ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടികളും ഉദാഹരണം. ഇനി മറ്റൊരു ഉദാഹരണം. എ കൂട്ടണം ബി കൂട്ടണം സി സമം എ കൂട്ടണം ബി കൂട്ടണം സി. എയും ബിയും ടീമും ഇവിടെ ബിയും സിയും ടീമും. എ കൂട്ടണം ബി കൂട്ടണം സി സമം എ കൂട്ടണം ബി കൂട്ടണം സി. ഇവിടെ എയും ബിയും ടീം ഇട്ടുകാണ്ട് ആ ഉത്തരത്തിലേക്ക് സി കൂട്ടിയാൽ, അല്ലെങ്കിൽ ബിയും സിയും ടീം ഇട്ടിട്ട് ആ ഉത്തരത്തിലേക്ക് എ കൂട്ടിയാൽ സെയിം ഉത്തരമാണ്. ഏതാ പ്രോപ്പർട്ടി? ക്ലോഷർ, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ആഡിറ്റീവ് ഐഡന്റിറ്റി. ഓപ്ഷൻ 3 മൂന്നാമത്തെ ഓപ്ഷനാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആണ്. കാരണം നമ്മൾ പറഞ്ഞു ടീമിലുള്ള പരിപാടി അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ആയിരുന്നു. ഓക്കെ, സിമ്പിൾ. 2 പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ കൂട്ടണം 0 സമം എ. എ കൂട്ടണം 0 സമം എ. ഇത് ഏതാണ്? ഇത് ഏത് പ്രോപ്പർട്ടി? ക്ലോഷർ, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, ആഡിറ്റീവ് ഐഡന്റിറ്റി. ഏതാണിത്? 0 കണ്ടപ്പോൾ